കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിലും 2 ദിവസം സ്റ്റേ അടിച്ച് ആദ്യമായിട്ടായിരിക്കും കോഴിക്കോട് ഇങ്ങനെയൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ കുറഞ്ഞ ഡാറ്റ കൊടുത്ത് നമ്മൾ ഈ വെച്ച് നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. കാരണം 2 ദിവസത്തേക്കാണ് പോകുന്നത്. വെറുതെ പൊടിയും പിടിപ്പിച്ച പാർക്കിംഗ് ഏരിയ ഇരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച്. കൂടെ ഇവരുമുണ്ട്. ട്രെയിൻ എപ്പോഴത്തേക്കും പെട്ടെന്ന് വന്നായിരുന്നു. ഉള്ള തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിലും കയറി. ആ ട്രെയിൻ നോക്കുമ്പോഴത്തേക്ക് അരമണിക്കൂർ ലേറ്റ്. അതുകൊണ്ട് പിന്നത്തെ പരിപാടി എൻ്റർടൈൻമെൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് തുടങ്ങി. അതുകൊണ്ട് വയറിനെ പറ്റിക്കാൻ ചെറിയ ചിപ്സും പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരി പിടിച്ച് കഴിച്ച്. പിന്നെ കോഴിക്കോട് എത്തുന്നവരെ ഇതായിരുന്നു പരിപാടി. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും കോഴിക്കോട് എത്തി. ഇനിയൊന്ന് ഫുഡ് അടിക്കണം, കാരണം നല്ല വിശപ്പുണ്ട്. ആസ് യൂഷ്വലി കോഴിക്കോട് വരുന്ന എല്ലാവരും ആദ്യം കഴിക്കുന്ന ബിരിയാണി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ മാപ്പിട്ട് പോകുന്ന കോഴിക്കോടിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ടിലോട്ടാണ്. റീൽസൊക്കെ കാണുമ്പോഴത്തേക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നേലും കോഴിക്കോട് പോകുമ്പോഴത്തേക്കും റൂമത്ത് കയറിയിട്ടൊരു ബിരിയാണിയൊക്കെ കഴിക്കണം. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. ഞങ്ങൾ 4 പേരും കഴിച്ചിട്ട് ഇതേ ഇത്രയായി. അല്ലെങ്കിലും ചിക്കനോ ബീഫോ കഴിച്ചിട്ട് ഇങ്ങനെ പല്ലേ കുത്തിക്കാൻ എന്നാ സുഖമെന്നറിയാം. വിശപ്പ് മാറ്റി ഊബറും ബുക്ക് ചെയ്ത് ദേ പോകുന്നു സ്റ്റേ അടിക്കുന്നിടത്തോട്ട്. സത്യം പറയാലോ, ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. റോഡിലെ കുസൃതികളും കണ്ട് ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്ന പിള്ളേരായിരുന്നു മൊത്തം. ഇവൻ്റെ പേരാണ് നിയോ. ഇവനും എന്തോ പെട്ടെന്ന് കമ്പനിയായി. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെയാണ്. ഓൾറെഡി കഴിച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്നും കുറച്ച് കഴിച്ച്. ബാക്കി അടുത്ത വീഡിയോയിൽ.